ഹലോ ഗൈസ്, നമ്മളൊരു 4 ദിവസം മുന്നേ നമ്മുടെ POV ഷോട്ട്സ് എല്ലാം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ ഹോൾഡറും കൂടെ വാങ്ങിയിരുന്നു. ഇതിൽ ഫോൺ മാത്രമല്ല, നമുക്ക് GoPro പോലുള്ള ആക്ഷൻ ക്യാമറകളും ഇതിൽ തന്നെ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ എന്ന് എഴുതിയിട്ടാണ് നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു സാധനം പുറത്തെടുത്തിട്ടില്ല. ഞാൻ ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്നുള്ളത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. സോ ബോക്സ് ആദ്യം തന്നെ ഇങ്ങനെയാണ് വരുന്നത്. സ്മാർട്ട് ഫോൺ മാഗ്നറ്റിക് നെക്ക് ഹോൾഡർ മാക്സ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൽ GoPro ആഡ് ചെയ്യാം, പിന്നെ ഫോൺ വെക്കാം, പിന്നെ ഫോണ് നമ്മുടെ നോർമൽ ഹോൾഡർ പോലത്തെ ഒരു ഹോൾഡറും പിന്നെ മാഗ്നറ്റിക് ഹോൾഡറും വന്നിട്ടുണ്ട്. ഐഫോണൊക്കെ പോലുള്ള ഫോൺ യൂസ് ചെയ്യാൻ ഒരു മാഗ്നറ്റിക് ഹോൾഡറും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബോക്സിൻ്റെ വില കൊടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നെ നോക്കാം. ബോക്സ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബോക്സാണ്. കാർഡ്ബോർഡൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. സോ ഇത് നമുക്ക് പാർസൽ വന്ന ടൈമിൽ ഡാമേജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ബോക്സ് കൂടെ മാറ്റി വെക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ എല്ലാ ആക്സറീസും വെൽ അറേഞ്ച് ആയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പുറത്തെടുക്കാം. ഫസ്റ്റ് പാക്ക്, പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ഒരു സ്ട്രാപ്പ്, പിന്നെ നമ്മുടെ നെക്ക് ഹോൾഡറാണ് വന്നിട്ടുള്ളത്. നമുക്ക് കേസ് മാറ്റി വെക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കണക്ട് ചെയ്ത് നോക്കിയിട്ട്, ഓക്കെ, ഇങ്ങനൊരു ഹോൾ വരുന്നുണ്ട്. ഇതിനകത്ത് കണക്ട് ചെയ്യണമെന്നത് ഒരു ചോദിച്ചാലും ഒരു പോകുന്നൊന്നുമില്ല. നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറ്റാൻ കഴിയും. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു വെയിറ്റിലാണ്, ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ ഇൻബിൽഡായിട്ടൊരു മാഗ്നറ്റിക് റിങ്ങോട് കൂടിയിട്ടുള്ള മൗണ്ട് ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അവിടെ ബാക്കി വന്ന പാക്കിങ് എന്താണുള്ളതും കൂടി ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പാക്കിങ്ങിനകത്ത് വരുന്നത് ഓക്കെ, ഇതാണ് അതിൽ കൊടുത്തിട്ടുള്ള GoPro പോലെയുള്ള ക്യാമറകൾ കണക്ട് ചെയ്യാനുള്ള മൗണ്ട്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നോക്കാം. അതിനുശേഷം അതിനകത്തുള്ളത് 2 മാഗ്നറ്റിക് റിങ്, ഐഫോൺ അല്ലാത്ത ഫോണുകളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഫോണിൻ്റെ ബാക്കിലോ കേസിൻ്റെ ബാക്കിലോ ഒട്ടിച്ചിട്ട് നമുക്കതിൻ്റെ ഫോൺ ഹോൾഡറിൽ വെക്കാനുള്ള 2 റിങ്. പിന്നെ ഒന്നുള്ളത് ഒരു സ്ട്രാപ്പ്, സ്റ്റെബിലിറ്റി ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ 2 സൈഡിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുറ്റി ലോക്ക് ചെയ്തിടുന്ന സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം അടുത്ത പാക്കറ്റിലായിട്ട് നമ്മുടെ ഫോൺ ഒന്നും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് ഫോണിൻ്റെ പൗച്ചിൻ്റെ മേലെ കണക്ട് ചെയ്ത് ഈ നെക്ക് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാൻ ഇടാനുള്ളതായിരിക്കാം ഒരു അതുപോലത്തെ സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. അടുത്ത ലെവൽ വന്നിട്ടുള്ളത് നമുക്ക് മാഗ്നറ്റിക് ഇല്ലാത്ത നോർമൽ ഫോണുകൾ മാഗ്നറ്റിക് വഴിയല്ലാതെ കണക്ട് ചെയ്യാനുള്ള ഒരു ഫോൺ ഹോൾഡർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിൽ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ട്രൈപോഡിൻ്റെ മേലില്ല നമുക്ക് ത്രെഡ് ചെയ്തിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ആക്ഷൻ ക്യാമറയുടെ മൗണ്ടിൻ്റെ മേലെ ഇത് കണക്ട് ചെയ്യാൻ, നമ്മൾ ഹെൽമെറ്റിലൊക്കെ ക്യാമറ വെച്ച് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഓൾമോസ്റ്റ് എല്ലാം ചൈനീസ് തന്നെയാണ്. 2 സൈഡിലും കൊടുത്തിട്ടുള്ളത്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അഡീഷണലായിട്ട് വന്നിട്ടുള്ള ആക്സറീസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള മൗണ്ടിലേക്ക് നോക്കാം. മൗണ്ട്, അപ്പോൾ നമ്മുടെ ഐഫോൺ കുറച്ച് ക്രാക്കെല്ലാം ആയിട്ടുണ്ട്. ഐഫോൺ നമുക്ക് ഒട്ടിച്ച് നോക്കാം. അടിപൊളിയായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്, ഇളകി പോരുന്നില്ല. നല്ല രീതിക്ക് ഷേക്ക് ചെയ്തിട്ടും കറക്റ്റായിട്ട് തന്നെ ഒട്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ രീതിക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ആണെങ്കിൽ ഇങ്ങനെ. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇത് കുറച്ച് മുന്നോട്ടാക്കുക, ഇത് നിവർത്തുക, എന്നിട്ട്
നമ്മൾ ഈ ഒരു ഏരിയയിലായിരിക്കും ഫോൺ കണക്ട് ചെയ്യുക. ഫോൺ കണക്ട് ചെയ്യുമ്പോൾ നോക്കുക അല്ലേ, ഇങ്ങനൊരു ഷോട്ടാണ് വരിക. ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഐഫോൺ നല്ല രീതിക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ആക്ഷൻ ക്യാമറകൾ കണക്ട് ചെയ്യാനുള്ള മൗണ്ട്. ഈ മൗണ്ട് അഴിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ട് സൈഡിലും 2 സ്വിച്ചസ് ഉണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് റിങ് ഊരി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആക്ഷൻ ക്യാമറയുടെ ഈ മൗണ്ട്, ഇതിൽ ഇൻബിൽഡായിട്ടൊരു മാഗ്നറ്റ് കൂടെ വന്നിട്ടുണ്ട്. നമ്മളിതിൽ വെക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് പ്രസ് ചെയ്യുക, തിരിക്കുക. ഒറ്റ തരത്തിൽ ഇളകിപ്പോരുന്നില്ല, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് അഴിച്ചെടുക്കാനും ഇത് പ്രസ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് പ്രസ് ചെയ്തപ്പോൾ കഴിഞ്ഞ് പോകുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലോക്കായിരിക്കും. ആക്ഷൻ ക്യാമറ നമുക്കിതിൽ മൗണ്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള 2 റിങ്ങുകളുണ്ട്. 2 റിങ്ങും അടിപൊളിയായിട്ട് ഒട്ടുന്ന ടൈപ്പാണ്. സോ നമുക്കിത് ഫോണിൻ്റെ പൗച്ചിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒട്ടി നിൽക്കും. പിന്നെ അടുത്തതായിട്ടുള്ളത് ആക്ഷൻ ക്യാമറയുടെ ഈ മൗണ്ട് തന്നെ നമുക്ക് ഇത് അഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള ഫോൺ ഹോൾഡർ ഇതുവഴി, ഇത് കുറച്ച് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു ടൈറ്റ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പാക്കി കൊടുത്തിട്ട് കണക്ട് ചെയ്യുക. തിരിച്ച് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നേരത്തെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത പോലെ തന്നെ ഇതും ഫോൺ വെച്ച് ഉപയോഗിക്കാം. ഇതത്ര സേഫാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ഫോൺ ഇളകി പോവും. പിന്നെ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് മാഗ്നറ്റിക് ഫോണുകൾ. ഇനി അല്ലാത്തവർ അത് സേഫ് അല്ല തോന്നുന്നവർ ഇത് വെച്ച് നോക്കുക. ഇത് വെക്കുമ്പോൾ നമുക്ക് വല്ല റബ്ബർ ബാൻഡോ എന്തെങ്കിലും അഡീഷണൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ നെക്ക് ഹോൾഡറിനകത്ത് വന്നിട്ടുള്ളത്. ഈ ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. വീഡിയോ കൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.